അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അതെ, ഈ വാഹനത്തിന് പിന്നാലെ എന്ന സെഗ്മെന്റിലേക്ക്. നമ്മൾ കണ്ണൂർ കണ്ട കാഴ്ച അതിന്റെ വേറൊരു തരത്തിലുള്ള ആവർത്തനമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നവരിൽ ഇത്തവണ വേറിട്ട ഒരാളുണ്ട്. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരനായ പേരൂർക്കട സ്വദേശി ജെന്നിഫർ ജെ റസലാണ് ഈ സ്ഥാനാർത്ഥി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ നിന്ന് മത്സരിച്ച റസൽ ഇത്തവണ സ്വന്തം നാട്ടിലാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഞാൻ ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയാണ്. പേര് ജെ റസൽ. വോട്ടിംഗ് മെഷീനിൽ 12ാമതാണ്. ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജെ റസൽ, ജെന്നിഫർ ജെ റസൽ. ഇത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് നോട്ടീസാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നമുണ്ട്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ വലിയ പ്രചാരണ കോലാഹലം ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കൂറ്റൻ ഫ്ലെക്സുകളില്ല, കട്ടൗട്ടുകളില്ല, പ്രചാരണ പോസ്റ്ററുകളില്ല, ബോർഡുകളില്ല, ചുവരെഴുത്തില്ല, ഒന്നുമില്ല. പകരം ഈ പോക്കറ്റ് നോട്ടീസ് മാത്രം. കോവിഡ് കാലം മുതൽ ജെ റസൽ തലസ്ഥാന നഗരത്തിൽ ഭക്ഷണപ്പൊതിയും കൊണ്ടിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അതിനു മുമ്പോ ഞാൻ ടെലികോം എഞ്ചിനീയറായിട്ട് 15 വർഷത്തിലധികം വർക്ക് ചെയ്തായിരുന്നു. ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതെ, ടെലികോം എഞ്ചിനീയറായിരുന്നു ഈ പേരൂർക്കടക്കാരൻ. ഒന്നും രണ്ടുമല്ല, വിവിധ കമ്പനികളിൽ വ്യത്യസ്ത തസ്തികകളിലായി 15 വർഷം. തിരുവനന്തപുരം, ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലായി ജോലി ചെയ്തു. ഒടുവിൽ ബംഗളൂരുവിൽ ജോലി ചെയ്യവെയാണ് പൊതുജന സേവനത്തിനായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുന്നത്. ബാംഗ്ലൂരിലെ റിലയൻസ് ജിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലതരം പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരും. ഇപ്പോൾ ചില സമയത്ത് ന്യായം നമ്മുടെ തന്നെ ഭാഗത്തായിരിക്കും. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും, BBMP ഓഫീസിൽ പോകും. നമ്മൾ ഓൾറെഡി അതിൻ്റെ ലൈസൻസ് ഫീസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ചില ഇഷ്യൂസ് വന്നിട്ട് പൊളിറ്റീഷ്യൻസിൻ്റെ പ്രഷർ വരും. ചിലപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ട് പണി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പറായിട്ട് നിന്നുകൊണ്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ശ്രമം തുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടി 571 വോട്ട് നേടി. ജനാധിപത്യത്തിൽ 571 വോട്ടെന്നത് ഒരു ചെറിയ സംഖ്യയല്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പാർലമെന്റിൽ എത്തും വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥിയായി. കഴിഞ്ഞ തവണ നോട്ടയ്ക്കു കിട്ടിയ 4000-ഓളം വോട്ടിലധികം എന്നതായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. വിജയ പ്രതീക്ഷയല്ല. കാരണം 3 പേര് നല്ല ധാരാളം സമ്പത്തുള്ളവരാണ്, പണം പാർട്ടികൾക്കുണ്ട്. അപ്പം ഞാനൊരു 4-മനോ 5-മനോ ആകാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ആൾക്കാർ ചോദിക്കുമ്പം ഈ ഒരു 5000 വോട്ട് ഫോക്കസ് ടാർഗറ്റ് ചെയ്താണ് ഞാൻ ഇറങ്ങി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം അതല്ല. എല്ലാവരും പറയുന്നത് നീ 5000 ഒന്നും ഫോക്കസ് ചെയ്യണ്ട, നീ ജയിക്കാനായി ഫോക്കസ് ചെയ്യും. നീ ചിലപ്പോൾ 4-മനാവും, ചിലപ്പോൾ 6-മനാവും, 7-മനായാലും ഒരു അച്ചീവ്മെൻ്റാണ്. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സമ്പാദ്യവും ലോണുമൊക്കെ സംഘടിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 15,000 പോക്കറ്റ് പോസ്റ്ററുകൾ അടിച്ചു. ഒരു ദിവസം 1000-ഓളം പേരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടികൾ വേണമെന്ന പൊതുബോധമാണ് ആദ്യം മാറേണ്ടതെന്ന് ജെ റസൽ. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ വോട്ട് ചോദിക്കാനെങ്കിലും വരും, അത് കഴിഞ്ഞിട്ട് വോട്ട് വാങ്ങിച്ച് പോവും, പിന്നെ കാറിൽ പാഞ്ഞ് നടക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ഇലക്ഷൻ വന്നപ്പോൾ വോട്ട് ചോദിക്കാനും ആരെയും കാണുന്നില്ല. ജസ്റ്റ് കൈ കാണിച്ച് ചില ജംഗ്ഷനുകളിലൂടെ മാത്രം പോകുന്നുള്ളൂ. ആരും വന്ന് നേരിട്ട് പോലും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ അത് ചെയ്യുന്നില്ല? ഗുഡ് ഈവനിങ് മാഡം. ഞാൻ ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലെ കാൻഡിഡേറ്റാണ്. പേര് ജെ റസൽ എന്നാണ്. ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റാണ്. നമസ്കാരം മാഡം. പാർലമെൻറ്റ് ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയാണ്. ജെ റസൽ എന്നാണ് പേര്. ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റാണ്. വോട്ടിംഗ് മെഷീനിൽ 12ാമതാണ് എൻ്റെ പേര് വരുന്നത്. നമസ്കാരം മാഡം. ജനാധിപത്യത്തിൽ എല്ലാവരും സമന്മാരാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ മത്സരിക്കട്ടെ. ജനാധിപത്യത്തിന്റെ ഉത്സവം അർത്ഥപൂർണമാകട്ടെ. അഭിലാഷ് തൊഴുവൻകൂടിനും യദുവിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.
അങ്ങനെ ജെന്നിഫർ ജെ റസൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു 5000 വോട്ട് ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അങ്ങനെ ടാർഗറ്റ് വേണ്ട, കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ബംഗളൂർ സെൻട്രൽ 500 വോട്ടിൽ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. മലയാളിയായിരുന്ന അദ്ദേഹം അവിടെ മത്സരിച്ചപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു എന്നും പറയുന്നു. അതെ. അപ്പോൾ ഒരു ഭാഗത്ത് ഈ യുവജനങ്ങളിൽ ഒരു ഭാഗം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു വെച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നില്ല, മറ്റു ചിലർ മത്സരിക്കുന്നു. അവരുടെ ഇതിലോട്ടുള്ള ഈ ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമെന്നോ അങ്ങനെയും ചില നല്ല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്.